ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പത്രമാറ്റിലെ പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നയന മുല്ലപ്പൂവും ചൂടി ഒരു ഗ്ലാസ് പാലുമായിട്ട് റൂമിലേക്ക് വരുമ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട് ഇതെന്താണെന്ന്. അപ്പോൾ പറയുകയാണ്, മുത്തശ്ശിയും ചെറിയമ്മയും കൂടി ഒപ്പിച്ച് പണിയാന്ന് പറയാണ്. നിന്നോട് പറഞ്ഞല്ലേ എനിക്ക് എല്ലാത്തിനും കുറച്ച് സമയം വേണമെന്ന്. ഇങ്ങനെ എടുപിടിയെന്ന് പാലും മുല്ലപ്പൂ ഒക്കെ വെച്ച് നീ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതൊന്നും ശരിയാവില്ല എന്ന് പറയാണ്. അപ്പോൾ അതിന് മറുപടിയായിട്ട് നയന പറയുന്നുണ്ട്, അതിന് ഞാനല്ലല്ലോ, അവരിങ്ങനെ നമുക്ക് നീട്ടി തരുമ്പോൾ അത് പറ്റില്ല എന്ന് അവരെ മുഖത്ത് നോക്കി പറയാനായിട്ട് എനിക്ക് പറ്റില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സംശയം തോന്നുമെന്ന് ആദർശിനോട് പറയുമ്പോൾ ആദർശ് പറയുകയാണ്, അതും ശരിയാണ്, നീ ചെയ്തത് എന്തായാലും നല്ല കാര്യമാണെന്ന് പറയാണ്. അങ്ങനെ പാല് ആദർശിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ആ സമയം ആദർശ് പാലെടുത്ത് പൊക്കിയിട്ട് പാലിലേക്ക് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ നയന ചോദിക്കുന്നുണ്ട്, എന്താണ് ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം പറയുന്നുണ്ട്, അല്ല നീ ഇനി ഇതിൽ വല്ലതും കലക്കി തന്നിട്ടുണ്ടോ എന്ന് പറയാനായിട്ട് പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ നയന ഗ്ലാസ് വാങ്ങിച്ചിട്ട് വാ തൊടാതെ കുടിക്കുന്നുണ്ട്. അതിനുശേഷം ആദർശിനോട് പറയുന്നുണ്ട്, കണ്ടില്ലേ ഇപ്പം ഇതിലൊന്നും ഇട്ടിട്ടില്ല, ഞാൻ കുടിച്ചപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമായില്ലെന്ന് പറയുകയാണ്. ഇനി ബാക്കിയുള്ള പാല് നിങ്ങൾ കുടിച്ചോളാൻ പറയുമ്പോൾ, പിന്നെ എച്ചിൽ പറ്റിയ പാലല്ലേ ഞാനിപ്പോൾ കുടിക്കാനായിട്ട് പോകുന്നതെന്ന് പറയാണ്. ഇതിലെവിടെ എച്ചിൽ പറ്റി, ഞാൻ വാ തൊടാതെയാണ് കുടിച്ചത്, നിങ്ങൾക്കിനിപ്പോൾ ഇത് കുടിക്കാനായിട്ട് ബുദ്ധിമുട്ടാവും, അതിനോരോരോ കാരണങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് നയന പറയുന്നുണ്ട്. എനിക്കൊന്നും വേണ്ട ഒരാൾ കുടിച്ച പാലെന്ന് പറയുമ്പം നിങ്ങൾക്കിത് കുടിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണല്ലേ, എൻ്റെ ദൈവമേ എങ്ങനെ ഞാൻ ഈ ആദർശേട്ടനെ വിശ്വസിപ്പിക്കും എന്ന് നയന പറയുകയാണ്. ഇതിപ്പോൾ നിങ്ങൾ കുടിച്ചില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറയുകയാണ് ഒരു ഭീഷണി സ്വരത്തിൽ. അപ്പോൾ അത് കേൾക്കാതെ ആദർശ് നിൽക്കുന്നത് കണ്ടിട്ട് മുത്തശ്ശി എന്ന് ഉറക്കെ വിളിക്കുകയാണ് നയന. അപ്പോൾ അത് കേട്ടോടുകൂടി ആദർശ് അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള പാലെല്ലാം കൂടി പെട്ടെന്ന് തന്നെ കുടിച്ച് തീർക്കുകയാണ്. എന്നിട്ട് ആദർശ് നയനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പം നിനക്ക് സമാധാനമായോ എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ട് ആദർശിന് മറുപടി പറയുകയാണ് നയന. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം നവ്യാണെന്നുണ്ടെങ്കിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുക്കം കണ്ടാൽ തോന്നും കല്യാണത്തിന് പോകാനായിട്ട് ഒരുങ്ങുകയാണെന്ന്. അപ്പോൾ അബി ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇങ്ങനെയൊക്കെ ഒരുങ്ങുന്നത്? അബി, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, പൂജകളെല്ലാം ചെയ്യേണ്ടത് ഞാനാണ്, അപ്പം അതിനെന്തിനാ നീ ഇങ്ങനെയൊക്കെ ഒരുങ്ങുന്നത്? ഈ സാരി എങ്ങനെയുണ്ട് അബി, അത് പറ നീ എന്ന് പറയാണ്. നീ ഇപ്പോൾ പൂജ ചെയ്യാനല്ലേ പോകുന്നത്, അതിനെന്തിനാ ഇത്രയൊക്കെ ഒരുക്കങ്ങൾ? നിൻ്റെ പാട് കണ്ടാൽ തോന്നും നിൻ്റെ കല്യാണത്തിന് പോവുകയാണെന്ന്, അതേപോലെയാണല്ലോ നീ ഒരുങ്ങുന്നത്. അല്ല, ഈ പ്രാവശ്യത്തെ പൂജ ചെയ്യുന്നത് ഞാനാണേ, അതുകൊണ്ട് അതിൻ്റെ ഒരു ഗമയൊന്നും കുറയ്ക്കാനായിട്ട് പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ മേക്കപ്പ് ചെയ്യണമെന്നുള്ള കാര്യം നവ്യ അബിയോട് പറയുന്നത്. അടിയിലാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പൂജയ്ക്കുള്ള സംഗമിച്ചിട്ടുണ്ട്, അതേപോലെ പൂജയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നയന ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ അടിയിൽ വന്നിരുന്നിട്ട് കുറച്ച് നേരമായിട്ട് നവ്യനെ കാണാതായിട്ട് മുത്തശ്ശി ജാനകിയോട് പറയുന്നുണ്ട്, ഒന്ന് വിളിച്ചു നോക്ക്, അവരവിടെ എന്ത് ചെയ്യാമെന്നറിയില്ലല്ലോ എന്ന്. അപ്പോൾ ജാനകിയാണെന്നുണ്ടെങ്കിൽ അബിയുടെ മൊബൈലിലേക്ക് വിളിക്കുകയാണ് കാണാതെയായിട്ട്. അങ്ങനെ അബിയെ വിളിച്ചിട്ട് ജാനകി സംസാരിക്കുകയാണ്, എവിടെയാണ് ഇത്ര നേരമായിട്ടും? ഇവിടെ ദേ എല്ലാവരും പൂജയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ്. ദേ ഞങ്ങളെത്തി, ഇപ്പോൾ തന്നെ എത്താമെന്ന് അബി പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ സമയം ജാനകി പറയുന്നുണ്ട്, അമ്മേ അവരിപ്പോൾ എത്താമെന്നാണ് പറഞ്ഞത് എന്നുള്ളൊരു കാര്യം ജാനകി പറയുകയാണ്. ഫോൺ വെച്ചതിന് ശേഷം അബിയാണെന്നുണ്ടെങ്കിൽ നവ്യോട് പറയുന്നുണ്ട്, കഴിഞ്ഞില്ലേ നിൻ്റെ ഒരുക്കങ്ങളൊന്നും, ദേ അവിടെ അടിയിലെല്ലാവരും നിന്നെയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയുകയാണ്. ഇത്രയൊക്കെ ഒരുങ്ങിയത് മതി എന്ന് പറയുമ്പോൾ, ആദ്യമായിട്ട് ഞാൻ പൂജയ്ക്ക് പോകുന്നതല്ലേ, അതുകൊണ്ട് ഇത്തിരി ഒരുങ്ങിയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ അവരെ വിളിച്ചപ്പോൾ തന്നെ ഓടിച്ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു വിലയുണ്ടാവില്ല, അതുകൊണ്ട് എല്ലാം റെഡിയാക്കിയിട്ട് അവർ കുറച്ച് നേരം വെയിറ്റ് ചെയ്യട്ടെ, അതിനുശേഷം അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ഒരു പവർ ഉണ്ടാവുള്ളൂ എന്ന് നവ്യ പറയുകയാണ്. ആ സമയം അടിയിലാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശി പറയുന്നുണ്ട്, നയനമോളെ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള നിവേദ്യം എടുത്തുകൊണ്ട് വായോ എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് നയന നേരെ പോയിട്ട് നിവേദ്യം എടുത്തുകൊണ്ട് വരികയാണ്. അങ്ങനെ അത് വെച്ചിട്ടും കുറച്ച് നേരം കഴിഞ്ഞിട്ടും നവ്യയെ കാണാനായിട്ട് സാധിക്കുന്നില്ല. ആ സമയം ദേവയാനി പറയുന്നുണ്ട്, അമ്മേ ദേ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള നിവേദ്യം വരെ ഇവിടെ എത്തിയിട്ടുണ്ട്, ഇനി ഈ നിവേദ്യം വെച്ചുകൊണ്ട് ഇത്ര നേരം കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത്, നിവേദ്യം വരെ ഇവിടെ എത്തി, ഇനിയിപ്പോൾ അതും വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നയന മോളെ തന്നെ പൂജകളെല്ലാം ചെയ്തോളൂ, നവ്യ വരുമ്പോൾ ഞാൻ അവളോട് പറഞ്ഞോളാമെന്ന് മുത്തശ്ശി പറയുകയാണ്. അപ്പം നയനയ്ക്കാണെന്നുണ്ടെങ്കിൽ പൂജ ചെയ്യാനായിട്ട് വലിയ മടിയാണ് നിൽക്കുന്നത്, കാരണം നവ്യയല്ലേ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്, ഇനി അതിൻ്റെ പേര് വലിയ പൊല്ലാപ്പ് ഉണ്ടാവണ്ടെന്ന് വെച്ചിട്ട് മുത്തശ്ശി എന്നുള്ളൊരു അർത്ഥത്തിൽ നയന മുത്തശ്ശിയെ നോക്കുന്നു. അങ്ങനെ പൂജ ചെയ്യാനായിട്ട് പറഞ്ഞപ്പോൾ മടിയൊന്നും കൂടാതെ നയന പൂജ ചെയ്യാനായിട്ട് ആരംഭിക്കുകയാണ്. അങ്ങനെ പൂജ ചെയ്യാനായിട്ട് മണിയടിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നയന ഉറക്കെ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. ഇതൊക്കെ കേട്ടുകൊണ്ടാണ് റൂമിൽ നവ്യ നിൽക്കുന്നത്. അങ്ങനെ അവൾ അവിടെ നിന്ന് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ പ്രാർത്ഥനയുടെ സ്വരം കേൾക്കുന്നത്. അപ്പോൾ അവൾ ശ്രദ്ധിക്കുകയാണ്, ഇത് നയനയുടെ സൗണ്ടാണല്ലോ, അവളാണോ ഇപ്പോൾ പൂജ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ അഭി പറയുന്നുണ്ട്, പിന്നല്ലാതെ നീ ഇത്ര നേരം വൈകി കഴിഞ്ഞ് അവരെന്ത് ചെയ്യാനാണെന്ന് പറയുകയാണ്. അപ്പോൾ ആ ദേഷ്യത്തിന് ഇട്ടുകൊണ്ടിരുന്ന
വെച്ചിരിക്കുന്ന ലിഫ്റ്റിക്ക് നേരെ തന്നെ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞ് കലി തുള്ളിയിട്ട് നവ്യാണെന്നുണ്ടെങ്കിൽ നേരെ അടിയിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അടിയിലേക്ക് ചെല്ലുമ്പോൾ നയനയാണെന്നുണ്ടെങ്കിൽ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ കലി കയറിയ നവ്യാണെന്നുണ്ടെങ്കിൽ നേരെ ഉറക്കെ വിളിക്കുകയാണ് മുത്തശ്ശി എന്ന്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇവിടെ ഒരു പൂജ നടക്കുകയാണ്, നിനക്ക് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ പൂജ കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ നവ്യ അവിടെ മാറി നിൽക്കുകയാണ്. അങ്ങനെ പൂജയാണെന്നുണ്ടെങ്കിൽ നേതൃത്വം നൽകിക്കൊണ്ട് നയനമോള് അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ശാന്തമായിട്ട് പൂജയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നന്ദാവനാണ്. അവിടെയാണെന്നുണ്ടെങ്കിൽ ഗോവിന്ദൻ പ്രതിമകളെല്ലാം ഒന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം കനക വന്നിട്ട് പറയുന്നുണ്ട് ഗോവിന്ദട്ട ഇനി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം മതി ഇതൊക്കെ ചെയ്യുന്നത് എന്നും കൂടി പറയുകയാണ്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് നന്ദുമോള് വരട്ടെ അതിനുശേഷം ഭക്ഷണം കഴിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ കനക തിരിച്ചു പറയുന്നുണ്ട് ഇനിയിപ്പം നന്ദുമോളെയും കാത്തിരുന്ന നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇനി വൈകത്തുള്ളൂ. അവളാണെന്നുണ്ടെങ്കിൽ എവിടേക്കൊക്കെയാണ് രാവിലെ പോയി തെണ്ടി തിരിഞ്ഞിട്ട് വൈകുന്നേരം കയറി വരുന്നത്, അവളെ നോക്കിക്കൊണ്ടിരുന്നാൽ നിങ്ങളെ ഭക്ഷണം കഴിക്കലൊക്കെ മുടങ്ങിപ്പോവുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് നന്ദു വരുന്നത്. അപ്പോൾ നന്ദു എന്ന് ചോദിക്കുകയാണ് എന്താ അമ്മേ ഞാനില്ലാത്ത സമയത്ത് എന്നെ കുറ്റം പറയുകയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കനക പറയുന്നുണ്ട് ഞാനില്ലാത്തൊന്നും പറഞ്ഞില്ല, സത്യം തന്നെയാണ് പറഞ്ഞത്. രാവിലെ എണീറ്റ് നീ ഒരു പോക്ക് പോകും, പിന്നെ എല്ലാവരും തെണ്ടിത്തിരിഞ്ഞ് കഴിഞ്ഞ് അവസാനമാകുമ്പോൾ നീ ഇങ്ങോട്ട് കയറി വരും, അല്ലാതെ നീ സമയത്ത് എപ്പോഴും എത്തിയിട്ടുള്ളൂ ഇങ്ങടെ പോകുന്നതെന്ന് പോലും നമ്മളോട് ആരോടും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ഗോവിന്ദൻ്റെ അടുത്ത് പറയുന്നുണ്ട് വായു കൈ കഴുകുക ചൂടോടെ ഭക്ഷണം കഴിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ നന്ദു പറയുന്നുണ്ട് വാ കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ നീ എങ്ങോട്ടേ ഈ ഇടിച്ച് കയറി വരുന്നത്, ആദ്യം പോയി ഒന്ന് കുളിച്ച് കൈയും കാലൊക്കെ കഴുകിയിട്ട് വരാനായിട്ട് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ നന്ദു പറയുന്നുണ്ട് ഇപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും കൈ കഴുകാനല്ലേ പോകുന്ന അമ്മേ, എനിക്കിപ്പോൾ കൈയൊന്നും കഴുകൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവളെ വേഗം തന്നെ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ കനക പറയുന്നുണ്ട് എടി പെണ്ണെ നീ എവിടെയൊക്കെ നടന്നിട്ട് വരുന്നതാണ്, നിന്റെ കൈയ്ക്ക് എവിടെ തൊട്ടിട്ടുണ്ടാവുന്നതായിരിക്കും, എന്നിട്ട് ആ കൈയും വെച്ചിട്ട് നീ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണോ, ഭക്ഷണത്തിന് ആദ്യം ഒരു വില കൊടുക്കുക എന്നാലേ തിന്നാൻ നിന്റെ ശരീരത്തിൽ കാണുള്ളൂ, എണീറ്റ് പോ മോനെ എന്നിട്ട് പോയിട്ട് കൈ എഴുതിയിട്ട് വായോ എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അനന്തപുരിയാണ്. അനന്തപുരിയിൽ പൂജയെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവർക്കും ആരതി ഒഴിയാനായിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആരതിക്കു എല്ലാവരും ഒഴിഞ്ഞു കഴിഞ്ഞിട്ട് അവൾ അവിടെ ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോരുകയാണ്. പൂജയൊക്കെ കഴിഞ്ഞിട്ട് പൂജ കഴിഞ്ഞോടുകൂടി നവ്യ അങ്ങോട്ട് തുടങ്ങുകയാണ്. മുത്തശ്ശി ഇന്ന് പൂജ ഞാനല്ലേ ചെയ്യുമെന്ന് പറഞ്ഞത്, പിന്നെ എന്തിനാണ് അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന് പറയുകയാണ്. നീ വരുന്നുണ്ടോയെന്ന് എത്ര വട്ടമാണ് ഞങ്ങൾ വിളിച്ച് ചോദിച്ചത്, ഇതിപ്പോൾ വരാമെന്ന് പറഞ്ഞത് കൊണ്ടേ അല്ലേ എന്ന് പറയുകയാണ്. അതിനെന്താ കുറച്ച് നേരം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്താലെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ വരുമെന്ന് പറഞ്ഞുകൊണ്ട് നിവേദ്യം എടുത്ത് നമ്മൾ വെച്ചായിരുന്നു, നിവേദ്യം എടുത്ത് വെച്ചിട്ട് കുറേ നേരം ഒന്നും കാത്തു കെട്ടി നിൽക്കാനൊന്നും പറ്റില്ല, അതുകൊണ്ടാണ് പൂജ ചെയ്തോളാനായിട്ട് പറഞ്ഞത്. അപ്പോൾ നവ്യ പറയുന്നുണ്ട് അവളുടെ ചേച്ചിയല്ലേ ഞാനാണിന്ന് പൂജ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കണ്ടറിഞ്ഞിട്ട് മാറി നിന്നോടെ അവൾക്ക്, ഞാൻ വരാൻ വൈകിയപ്പോഴേക്കും ചാടി കയറി പൂജ ചെയ്യാനായിട്ട് ഏറ്റിരിക്കുക അവളെന്ന് പറയാണ്. അപ്പോൾ അത് കേട്ട് ജലജ പറയുന്നുണ്ട് ശരി തന്നെയാ, ഇവിടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുന്നത് നയനയാണ്, എൻ്റെ മരുമോൾക്കും ഒരു സ്ഥാനമില്ല, ബാക്കിയുള്ളവർക്കൊന്നും ഒരു സ്ഥാനമില്ല, എല്ലാം മയ്യ അവൾ കൈയടക്കി വെച്ചിരിക്കുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ആദർശിന് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ആദർശ് പറയുകയാണ് നിങ്ങളൊക്കെ നിർത്തുന്നുണ്ടോ, നിനക്ക് ഇന്ന് പൂജ ചെയ്യേണ്ട കാര്യം അറിയാമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ എല്ലാ പൂജയുടെ കാര്യങ്ങളും ചെയ്യേണ്ടത് നീയായിരുന്നു, പക്ഷെ നീ അതൊന്നും ചെയ്തില്ല, എല്ലാം ചെയ്തത് നയനയാണ്, എന്നിട്ട് സമയത്ത് വരാനായിട്ട് പറഞ്ഞപ്പോൾ നിനക്ക് അതിനും പറ്റിയില്ല, നൈവേദ്യം അർപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അധിക നേരമൊന്നും കാത്തു നിൽക്കാനായിട്ട് പറ്റില്ല എന്ന് പറയാണ്. അപ്പം നവ്യ പറയുന്നുണ്ട് എനിക്ക് ഈ വീട്ടിലൊരു വിലയില്ല, എനിക്കല്ല ഇവിടെ പ്രാധാന്യം മുഴുവനും നയനയ്ക്കാണെന്ന് പറയാണ്. അപ്പോൾ അത് കേട്ടിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് ഈ വീട്ടിൽ ഇന്ന ആൾക്കെന്നൊന്നും പ്രാധാന്യമില്ല, ഇവിടെ പ്രാധാന്യം ഭഗവാൻ അർപ്പിക്കുന്ന പൂജയും വഴിപാടും നിവേദ്യങ്ങളൊക്കെയാണ് എന്നും കൂടി പറയുകയാണ്. അങ്ങനെ ആദർശ് കലി കയറി പറയുന്നുണ്ട് എൻ്റെ മുത്തശ്ശി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, നീ വെറുതെ ആവശ്യമില്ലാതെ സംസാരിക്കാനായിട്ട് എന്നുള്ളൊരു കാര്യം ആദർശ് നവ്യയോട് പറയുകയാണ്. അതിന് മറുപടിയായിട്ട് നവ്യ പറയുന്നുണ്ട് ഈ വീട്ടിൽ എനിക്കൊരു വിലയില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി, എന്നെ ഇവിടുത്തെ ഒരു അംഗമായിട്ട് ഒരാൾ കാണുന്നില്ല, കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു എന്ന് നവ്യ കിടന്ന് പിറുപിറുക്കാണ്. പക്ഷേ ഇതൊന്നും ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ആ സമയം ജാനകി പറയുന്നുണ്ട് നയനമോളെ നീ ചെയ്ത പൂജയും കാര്യങ്ങളും ഒന്നല്ല ഇപ്പോൾ പ്രാധാന്യത്തിൽ നിൽക്കുന്നത്, നിനക്ക് വേണ്ടി നിൻ്റെ ഭർത്താവ് എല്ലാവരുടെതും സംസാരിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു, അതിനാണ് ഏറ്റവും വലിയ വില കൊടുക്കേണ്ടതെന്ന് ജാനകി പറയുകയാണ്. അത് കേട്ടോടുകൂടി നയനയ്ക്ക് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ആദർശേട്ടൻ ഇപ്പോൾ ദേ പഴയ പോലെ വീണ്ടും എനിക്ക് വേണ്ടി സംസാരിക്കാനും എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്നു, ഇതുപോലെ തന്നെ എൻ്റെ അമ്മായിയമ്മയും എത്രയും പെട്ടെന്ന് തന്നെ മാറാനെ എന്നെ സ്നേഹിക്കണേ എന്ന് നമ്മുടെ നയന പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ നയനയെ കാണിച്ചുകൊണ്ട് മറ്റൊരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് എന്നിട്ട് പോകാനായിട്ട് മറക്കരുത്. ഇതിൻ്റെ തുടർന്നുള്ള എപ്പിസോഡ്സ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഏറ്റവും പുതിയ പത്തരമാറ്റിലെ റിവ്യൂ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരേക്കും
വരുമ്പോഴേക്കും ബായ്.